ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വസുന്ധരയും അതുപോലെ ധനപാലനും കൂടി ആ തീരുമാനം എടുക്കുകയാണ്. നാളെ ഒരു പകൽ കൂടി സമയം കൊടുക്കാം കല്യാണത്തിന് വേണ്ടിയിട്ട്. പക്ഷേ എന്നോട് സമ്മതം പറയണം, അല്ലാത്ത പക്ഷം അതിനൊരു തീരുമാനം ഉടനെ തന്നെ എടുക്കണമെന്ന്. അതിനുശേഷം നമ്മുടെ അഭിയും അതുപോലെ തന്നെ വിവേകും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും തീരുമാനം എത്രയും പെട്ടെന്ന് വേണമെന്ന രീതിയിലൊക്കെ പറയുന്നു. അപ്പോൾ ഫ്രണ്ട്സ് കൂടി വരുന്നുണ്ട് കേട്ടോ. ശിവയ്ക്കാണെങ്കിൽ അതുപോലെ അഞ്ജുവിനാണെങ്കിലും ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ വിവേകിനോട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടി എന്താ ഇത്രയും സംസാരിക്കാനായിട്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അഭിയുടെയും വർഷയുടെ മുഖത്തെ വ്യത്യാസങ്ങളെന്ന് അഞ്ജു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിവേക് പറയുന്നുണ്ട്, എന്തായാലും ഇനി അത് മറച്ചു വെച്ചിട്ട് കാര്യമല്ല, ഇവരോടുകൂടി പറഞ്ഞു അഭിയെ എന്ന് പറഞ്ഞിട്ട് വിവേക് മാറുന്നു. അതിനുശേഷം തന്നെ തട്ടുകടയിലെ ക്രഷിനെ കുറിച്ചും അയാളുടെ പേരും അതുപോലെ അത് ശ്രീയേട്ടനാണെന്നും അങ്ങനെ എല്ലാ വിവരങ്ങളും അഞ്ജുവിനോടും അതുപോലെ ശിവയോടും കൂടി തുറന്ന് പറയാൻ കേട്ടോ അഭി. അവർ തന്നെ ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. ശ്രീജിത്താണ് ശ്രീനാഥ് എന്ന് കേൾക്കുന്ന സമയത്ത്. അപ്പോൾ താൻ എന്ത് പണിയാണോ കാണിച്ചത്, ഇങ്ങനെയാണോ അവളോട് ചെയ്യേണ്ടത്? ഇയാൾ അറിഞ്ഞ മുതൽ തന്നെ നീ അവളോട് പറയേണ്ടതല്ലേ? എന്തിനാ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവളെ വിഷമിപ്പിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് ശിവയും അഞ്ജും കൂടി അഭിയെ നന്നായിട്ട് തന്നെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ വർഷം അങ്ങോട്ട് വരുന്നുണ്ട്. ഇനി ആരും അഭിയെ കുറ്റപ്പെടുത്തണ്ട, കാരണം നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അവൾ ഒറ്റപ്പെടും. അതിൻ്റെ ആവശ്യമില്ല. ഈ പേരും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കൂടണ്ട. അഭി എന്നെ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത് എനിക്കറിയില്ല. അവളെൻ്റെ നല്ല ഫ്രണ്ടായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അഭിയെ ഒറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അങ്ങോട്ട് അഭി പറയുന്നുണ്ട്, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിക്കോട്ടെ, ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് തന്നെയാണെന്ന രീതിയിൽ അഭി പറയുന്നു. എനിക്കിനി ഒന്നും കേൾക്കേണ്ടെന്ന് പറഞ്ഞിട്ട് വർഷ ഉള്ളിലേക്ക് കയറിപ്പോന്നു. ശിവയും അതുപോലെ അഞ്ജുവും വർഷയും അഭിയും കൂടെ ചെല്ലുന്നുണ്ട്. അതിനുശേഷം തന്നെ ശിവ ചോദിക്കുന്നുണ്ട്, എന്തായാലും ഇങ്ങനെയൊക്കെ അറിഞ്ഞു, ഇനി ഒരു തീരുമാനം താനാണ് എടുക്കേണ്ടത്. താൻ ആരെയായിരിക്കും സ്വീകരിക്കുന്നത്? ശ്രീനാഥിനെയാണോ അതുപോലെ തന്നെ വിവേകിനെയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്തായിരിക്കും തീരുമാനം എടുക്കുക? ശിവയാണെങ്കിലോ, ഞാൻ ഈ സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. വന്നാൽ തന്നെ മറ്റൊരാളുടെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കും. തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ എന്തായാലും വിവേകിനെ തന്നെ സ്വീകരിക്കുകയുള്ളൂ. കാരണം ശ്രീനാഥ് ഒരു അടഞ്ഞ അധ്യായമാണ് തൻ്റെ മനസ്സിൽ. ഇപ്പോൾ വിവേകുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് തനിക്ക് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുമെന്ന് പറയുന്നു. അഭിയും പറയുന്നുണ്ട്, ഞാനും ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. പക്ഷേ താൻ ഇതൊക്കെ വരുത്തി വെച്ചിട്ട് ഇങ്ങനെയാണോ ഇനി പറയേണ്ടതെന്ന് അഞ്ജു ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ അഞ്ജുവിൻ്റെ മറുപടി മറ്റൊരു രീതിയിലാണ്. കാരണം ഞാൻ ആദ്യം സ്നേഹിച്ചത് ശ്രീനാഥിനെയാണെങ്കിൽ അയാളെ തന്നെ ഞാൻ സ്വീകരിക്കുള്ളൂ എന്ന രീതിയിൽ അഞ്ജു പറയുന്നുണ്ട് കേട്ടോ. ഭൂരിപക്ഷം രണ്ടാളും തന്നെ വിവേകിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ മാത്രമേ ഉള്ളൂ ശ്രീയേട്ടനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യത്തിലും ശ്രീയേട്ടന് തോറ്റുപോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ തീരുമാനം എടുക്കേണ്ട ഞാനൊരു തീരുമാനം എടുത്തോളാം, നിങ്ങളുടെ തീരുമാനം ആവശ്യമില്ല എന്ന് പറഞ്ഞു പോകുന്നു. ആ സമയത്ത് പിന്നീട് വർഷ ചിന്തിക്കുകയാണ്. താൻ അവിടെ ചെന്ന സമയത്ത് ശ്രീനാഥിൻ്റെ സംസാരം കാര്യങ്ങളെല്ലാം തന്നെ മറ്റൊന്നുമല്ല, കാരണം താൻ എന്നെ മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം താൻ ഒരാളെ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് ഒരിക്കലും തന്നെ മറക്കാൻ സാധിക്കില്ല എന്ന് ശ്രീയേട്ടൻ പറയുന്നുണ്ട്. പക്ഷേ വർഷ അത് ചിന്തിക്കുന്നത് മറ്റു രീതിയിലാണ്. കാരണം ശ്രീയേട്ടൻ വിവേകുമായിട്ടുള്ള ആ രംഗങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. പാവം ശ്രീയേട്ടൻ എത്ര വേദനിച്ചിട്ടുണ്ടാവുമെന്ന്. പിന്നെ അഭി ആണെങ്കിൽ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ലാതിരിക്കുകയാണ് കേട്ടോ. വിവേകാണെങ്കിലോ എന്തായാലും ശ്രീനാഥിനെ കണ്ടതിന് ശേഷം തന്നെ വർഷയുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റമുണ്ട്. ഇനി തീരുമാനം എടുക്കേണ്ട അവൾ തന്നെയാണെന്ന രീതിയിൽ പിന്നെയും ശ്രീനാഥ് വർഷ തൻ്റെ അടുത്തേക്ക് വന്നതൊക്കെ ആലോചിക്കുകയാണ്. തൻ്റെ ആർച്ചയും അമ്മയും ഒരിക്കലും താൻ മറന്നിട്ടില്ലല്ലോ, അതുപോലെ തന്നെയാണ് ശ്രീയേട്ടനെയും ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ശ്രീനാഥ് അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അഞ്ജു വന്നിട്ട് വർഷയോട് സംസാരിക്കുന്നുണ്ട്. താൻ എന്നെ നല്ലൊരു ഫ്രണ്ടായിട്ടല്ലേ കണ്ടിരിക്കുന്നത്, തൻ്റെ മനസ്സിലെ പ്രശ്നം എന്നോട് പറഞ്ഞാൽ തീരുമാനം ഞാനും കൂടി എടുക്കാൻ സഹായിക്കാമെന്ന് പറയുന്നുണ്ട്. എനിക്കറിയാം ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന പോലെയാണ് തൻ്റെ സംസാരം എന്ന് എനിക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു തീരുമാനം ഞാൻ ഒറ്റയ്ക്ക് എടുത്തോളാം. താൻ ഭക്ഷണം കഴിക്കാൻ വായെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട, ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലെങ്കിൽ വേണ്ട, താൻ എന്തായാലും ടെൻഷൻ അടിക്കേണ്ട, നാളെ നമുക്കൊരു തീരുമാനം എടുക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. വർഷയാണെങ്കിലും അഭിയോട് സംസാരിക്കുന്നുണ്ട്. അഭിയാണെങ്കിൽ ആകെ മൂഡ് ഓഫായിട്ട് ഇരിക്കുകയാണ്. താൻ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ ശരിയാവുക? വർഷയൊക്കെ സ്വാഭാവികമായിട്ടും ശ്രീനാഥിനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്നോർത്തുള്ള വിഷമം ഉണ്ടാവും. തനിക്കിപ്പോൾ എന്ത് വിഷമമുള്ളത്? ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ നോക്കിക്കോ, ഭക്ഷണം ഞങ്ങൾ കഴിക്കും, താൻ പട്ടിണി ഇരിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നു. ശ്രീനാഥും തൻ്റെ ഫ്രണ്ട് കൂടി സംസാരിക്കുന്നുണ്ട്. നിൻ്റെ തീരുമാനം എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീനാഥും പറയുന്നത്, ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തോളാം, ഞാൻ പറഞ്ഞെന്നല്ലേ അഭി തന്നെ മിസ്യൂസ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലായതാണ്. അത് ആദ്യമേ തന്നോട് പറഞ്ഞപ്പോൾ തനിക്ക് ഇഷ്ടപ്പെട്ടില്ല ശ്രീ എന്ന് പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ
നിന്നിൽ നിന്ന് മറച്ചു വയ്ക്കാനാണ് അവൻ നോക്കിക്കൊണ്ടിരുന്നത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല എന്നും പറയുന്നു. അങ്ങനെ അഭിയാണെങ്കിലോ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. താൻ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കേണ്ട, തൻ്റെ ക്രഷ് എനിക്ക് മനസ്സിലാവും, പക്ഷേ വർഷയുടെ സിറ്റുവേഷനും നമ്മൾ മനസ്സിലാക്കണ്ടേന്നും പറയുന്നുണ്ട് കേട്ടോ. അഞ്ചു ആണെങ്കിലോ വർഷയോട് വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. താൻ വായോ, നമുക്ക് ഭക്ഷണം കഴിക്കാം, എനിക്ക് വിശപ്പില്ലടോ, ഞാൻ എന്തായാലും കിടക്കട്ടെ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഇങ്ങനെ ശ്രീനാഥ് തൻ്റെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, അതായത് ഇനിയിപ്പോൾ ഞാൻ എന്ത് തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ആ ഫ്രണ്ട് പറയുന്നുണ്ട്, എന്തായാലും താൻ വർഷയെ സ്വീകരിക്കണം, അത് തന്നെയാണ് വേണ്ടത്. കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചതാണ്, അവളും നീയും ഒരുപാട് സ്നേഹിച്ചതാണ്, ഒരുമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവരുമാണ്. ഇനി അതിലൊരു മാറ്റം വരുത്തണ്ട. കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. നീ അവളോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അഭിയാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഇരിക്കുന്നുണ്ട്. രാവിലെ ഓഫീസിൽ പോകാനോ കുളിക്കാനോ ഒന്നും നിൽക്കുന്നില്ല. അങ്ങനെ ശിവ അങ്ങോട്ട് വരുന്നുണ്ട്. താനിങ്ങനെ ടെൻഷനായിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം, ഇന്ന് ഓഫീസിൽ പോകണ്ടേ, കുളിക്കണ്ടേ, തൻ്റെ ക്രഷിന് എനിക്ക് മനസ്സിലാവും എന്ന് കരുതി ഒരു ക്രഷിനുപരി താൻ അയാളെ ജീവിത പങ്കാളിയാക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയി. പക്ഷേ ഒരു കാര്യം അഭി, നീ അത് മറച്ചു വെക്കേണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, അവൾ ഒരിക്കലും ചിലപ്പോൾ ശ്രീനാഥിനെ സ്വീകരിക്കും തോന്നണില്ല, വിവേകിനെ തന്നെയായിരിക്കും. കാരണം അവരുടെ എൻഗേജ്മെൻറ്റ് ഡേറ്റ് കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വിവേകമായിട്ട് ഒരിക്കലും തന്നെ അവൾക്ക് പിരിഞ്ഞ് നിൽക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ തനിക്ക് തന്നെ ശ്രീനാഥിനെ കിട്ടുകയും ചെയ്യുമെന്ന് പറയുന്നു. കിട്ടും എനിക്ക്, കാരണം അന്ന് ആ വിഷു കൈനീട്ടം കൊടുത്തിട്ടുള്ള ആ കോയിൻ വർഷം എനിക്ക് തിരിച്ചു തന്നല്ലോ. അതുപോലെ തന്നെ ശ്രീയേട്ടനെയും എനിക്ക് തിരിച്ചു തരുമായിരിക്കും അല്ലേ? തീർച്ചയായും തിരിച്ചു തരും. അപ്പോൾ നീ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, ഒന്ന് ആക്റ്റീവായിട്ട് എല്ലാത്തിനും മുന്നിട്ട് നിൽക്കണം അഭി പഴയതുപോലെ ആവണം എന്ന രീതിയിലൊക്കെ ശിവ അവളോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഭിക്ക് സമാധാനമാവുന്നു. അങ്ങനെ അഞ്ജു അതുപോലെ വർഷയും കൂടി സംസാരിക്കുന്നുണ്ട്. മോളെ പോയി ആക്കാൻ വിവേകിൻ്റെ കൂടെ താൻ പോയില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പോയില്ല, വിവേകിനെ വിളിച്ചു, പക്ഷേ ഞാൻ പറഞ്ഞു വിവേകിനോട് കൊണ്ടുപോയി ആക്കാൻ. എന്നാൽ ശരി ഞാൻ പോയി ആക്കാമെന്ന് പറഞ്ഞിട്ട് വിവേക് കൊണ്ടുപോയിരിക്കുകയാണെന്ന് പറയുന്നു. ആ സമയത്ത് ആൻറ്റിയും അങ്കിളും തന്നെ കാണാൻ ഇന്ന് വരുന്നുണ്ടെന്ന് പറയുന്നു. ഒരു തീരുമാനം എടുക്കണ്ടേ, നിങ്ങളുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അങ്കിള്, അതായത് ജാതകപരമായിട്ട്. അപ്പോൾ അതിനൊരു തീരുമാനം വേണ്ടേ എന്ന് പറയുന്നു. ഞാനിപ്പോൾ ഇത് എന്ത് തീരുമാനം പറയാനാണെന്ന് ചോദിക്കുമ്പോൾ താനൊരു തീരുമാനം എത്തിയേ പറ്റുള്ളൂ. കാരണം അധികം വൈകിക്കാതെ തന്നെ തൻ്റെ മനസ്സിലെ ആ ഒരു തീരുമാനം അങ്കിളിനോടും ആൻറ്റിയോടും അതുപോലെ വിവേകിനും അറിയിക്കേണ്ടതാണ്. പിന്നെ എന്ത് തീരുമാനമാണെങ്കിലും അറിയിക്കണം എന്ന രീതിയിൽ പറയുമ്പോഴത്തേനും വർഷ ആകെ എന്താ പറയുക ടെൻഷനായി നിൽക്കുന്നുണ്ട്. തനിക്ക് ശ്രീയേട്ടനെയും വിവേകിനെയും രണ്ടാളെയും വിഷമിപ്പിക്കാൻ സാധിക്കില്ല. കാരണം ഒന്നെങ്കിൽ ഒരാളുടെ മാത്രം സ്വന്തമായി കഴിഞ്ഞാൽ മറ്റാൾക്ക് ജീവിതകാലം മുഴുവൻ വിഷമമായിരിക്കും. അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ നമ്മുടെ വർഷ. എന്തായാലും വർഷയ്ക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇത്രയും കാഴ്ച ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിഞ്ഞു.